ആത്മസംഘർഷങ്ങളുടെ അത്രയും വേദനയാർന്ന വഴിക്കണ്ടുമായ ഒരു അച്ഛൻ പ്രിയപ്പെട്ട പുത്രനെയും ഒരു പൊന്നോമന പുത്രൻ അവന്റെ അച്ഛനെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 19 100 മുകളിലാണ് മണിക്കൂറുകൾ. 5 നാൾ മുന്നേ പൊളിഞ്ഞു വീണ ഒരു മലക്കടിയിൽ എന്റെ പ്രിയപ്പെട്ട മകൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ലല്ലോ ദൈവമേ എന്നൊരു പെറ്റ വയർ ആശങ്കപ്പെടുന്നെങ്കിൽ, ആ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസനഷ്ടമാണ് എന്നൊരു കുടുംബം പറയുന്നുവെങ്കിൽ അത് പ്രത്യാശാ നഷ്ടത്തിന്റെ നിരാശക്കുഴിയാണ്. ശരിയാണ്, ആ മാരക ദൃശ്യങ്ങൾ ഗംഗാവലി പുഴയോരത്തൊരു മാമലയുടെ ഭാഗമൊന്നാകെ ചെത്തി വീണ പോലെ ടൺ കണക്കിനാണ്. മണ്ണ് നീക്കി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് അറിയാമെങ്കിലും ആദ്യത്തെ 48 മണിക്കൂറുകളിൽ ആ സംവിധാനം കാണിച്ച അങ്ങേയറ്റത്തെ അനാസ്ഥ പ്രാർത്ഥനയുടെ ഈ മണിക്കൂറുകളും പറയാതെ പോകുന്നത് എങ്ങനെയാണ്? ആഞ്ഞിടിഞ്ഞു വീണ മണ്ണിനടിയിൽ ഒരു വണ്ടി പോയെന്നും അതിന്റെ GPS ലൊക്കേഷൻ ഉണ്ടെന്നും അർജുന്റെ ഫോൺ ബെല്ലടിച്ചതാണെന്നും ആ ലോറിയുടെ മനാഫും ബന്ധുക്കളും വാവിട്ട് കരഞ്ഞതാണ് ആ ഗോൾഡൻ മണിക്കൂറുകളിൽ. അത് കേട്ടെന്ന് പോലും നടിക്കാതെ ഒരു FIR ഇടാതെ ആ മണ്ണുമലയ്ക്ക് മുന്നിൽ 3.25 ഹിറ്റാച്ചിയുമായി കുഞ്ഞു കളിച്ചവരാണ്. ഇനിയും പൊതിഞ്ഞു പറയേണ്ടതല്ല, അത് പൊറുക്കാവതല്ല. ആ കോഴിക്കോട്ടെ ഒരു വീടിന്റെ വേദന നാടിന്റെ വേദനയാകുമ്പോഴാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടപ്പോൾ മാത്രമാണ് ആ കല്ലിന് കാറ്റുപിടിച്ച സംവിധാനം അനക്കം വെച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ്. അപ്പോഴാ പ്രാണൻ മണ്ണിനടിയിൽപ്പെട്ട് മണിക്കൂറുകൾ 75. വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം സജ്ജമായല്ലോ ദൈവമേ എന്ന് നെടുവേർപ്പെട്ടവർക്ക് മുന്നിൽ രാത്രി 9 ആകുമ്പോഴേക്കും ഉത്തര കന്നഡ സംവിധാനങ്ങൾ സർക്കാർ ജോലി കണക്കെ തെരച്ചിൽ നിർത്തി കടയും പൂട്ടി വീട്ടിൽ പോയിട്ട് റഡാർ സംവിധാനം തെരയാൻ തുടങ്ങിയത് 5-ാം നാൾ ഇന്ന് രാവിലെ 10:30. നമ്മുടെ ഒരു കൂടപ്പിറപ്പ് മണ്ണിനടിയിൽപ്പെട്ട് രാപ്പുകൾക്കിപ്പുറവും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്ര കർണാടക സർക്കാരുകൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയണം. ആ ഗംഗാവലി പുഴയോരത്ത് കാണാമറയത്ത് പ്രാണപ്രതീക്ഷയിൽ പാവം പിടിച്ച അർജുൻ അല്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ അവന്റെ ആഡംബരക്കാരോ ആയിരുന്നെങ്കിൽ സംവിധാനങ്ങളെ ഇതാകുമായിരുന്നോ നിങ്ങളുടെ നിലപാട്? പെരുമഴയെന്നും നനഞ്ഞ മണ്ണെന്നും സാങ്കേതികത ഞങ്ങളോട് പറയല്ലേ. പെട്ടിമുടിയും പുത്തുമലയും കണ്ടവരാണ്, കവളപ്പാറയും കൂട്ടിക്കലും കണ്ടവരാണ്, മഹാപ്രളയം കണ്ടവരാണ്, ജീവൻ പണയം വെച്ചും പ്രാണൻ കാത്തവരാണ്. കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്ക്, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടപ്പറപ്പിന്റെ പ്രാണൻ കാക്കാൻ. അത് ബഹുമാനക്കുറവില്ല സാറുമാരെ, സങ്കടത്തിൽ പറയുന്നതാണ്. ചെറിയ പ്രായത്തിൽ പെയിന്റ് പണിയിൽ തുടങ്ങി അച്ഛന്റെ പ്രാരാബ്ധം ഏറ്റെടുത്തവനാണ്. സഹോദരനെ പഠിപ്പിച്ച് ബാങ്ക് ജോലി വാങ്ങിക്കൊടുത്തവനാണ്. സഹോദരിമാരെ പഠിപ്പിച്ചവരാണ്. വീടിന്റെ നട്ടെല്ലാണ്. ഏതോ മണ്ണാഴത്തിലാണെങ്കിലും അമ്മയും നാടും കാത്തിരിപ്പാണ്. അർജുനെ തീയിൽ കുരുത്തവനെ കരുത്തോടെ കയറി